ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇഷ്യൂസ് ഫാഷൻസ്. നമ്മുടെ റംലാൻ ഇങ്ങ് വരികയില്ലേ, നമുക്കൊരു സ്പെഷ്യൽ ഉണ്ടാക്കിയാലോ. കറി കാച്ചിയതാണ് ഇത്. ശരിക്കും കൊച്ചിയിൽ നമ്മുടെ ഭ്രാതൃരാവൻ ഉണ്ടാക്കുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു വലിയ തേങ്ങ, കുറച്ച് പരിപ്പ്, 2 വലിയ ഈത്തപ്പഴം, ഒരു 6 കെ ജി. പിന്നെ നമ്മൾ ഇടിയപ്പത്തിന് പീച്ചാൻ വേണ്ടി ഉണ്ടാക്കുന്ന മാവില്ലേ, അത് കുറച്ച്. പിന്നെ കുറച്ച് മാവ് കുറുക്കി വെക്കണം കേട്ടോ. നമ്മുടെ ഈ അരിമാവ് കുറുക്കണം. പിന്നെ നട്ട്സും കിസ്മിസും. ആദ്യം തന്നെ പരിപ്പ് വേവിക്കാൻ വെക്കുക. അതിനുശേഷം നമ്മുടെ ഈത്തപ്പഴം എടുത്ത് ഇങ്ങനെ 4ആയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുക. കാരണം ചെറുതായിട്ടൊന്ന് വെന്താൽ മതി, വെന്ത് കലങ്ങി പോകരുതും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളെടുത്ത് വെച്ച് മാവുണ്ടല്ലോ, അത് ചെറിയ ചെറിയ ഉണ്ടകളാക്കിയിട്ട് അതും കൂടി ഈത്തപ്പഴത്തിന് കൂടെ വെക്കണം. ഓക്കെ. എന്നിട്ട് നമ്മുടെ തേങ്ങാപ്പാൽ എടുക്കണം. 3 പാല് വേണം കേട്ടോ. 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല്. എന്നിട്ട് ചെമ്പ് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ 3-ാമത്തെ പാലിൻ്റെ കുറച്ച് ഒഴിക്കാവുള്ളൂ കേട്ടോ. കാരണം ബാക്കി എടുത്ത് വെച്ചേക്കണം. നമ്മുടെ ഈ ഏത്തപ്പഴം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാനിട്ടത് ഉപ്പാണ്, അത്യാവശ്യം നമ്മുടെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഏകദേശം ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉണ്ടകളുണ്ടല്ലോ, അതിൽ കുഞ്ഞു കുഞ്ഞു ഉണ്ടകൾ, അതിലേക്ക് ഇട്ടിട്ട് അത് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക. പിന്നെ മറന്നു പോകരുത്, 2 വിസിൽ അടുപ്പിക്കാവുള്ളൂ കേട്ടോ പരിപ്പ്, അല്ലെങ്കിൽ കലങ്ങി പോകും. എന്നിട്ട് വെന്ത പരിപ്പ് അതിലേക്ക് ഇടുക. ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ 3-ാമത്തെ പാലുണ്ടല്ലോ, ആ പാല് അതിലേക്ക് എടുത്തൊഴിക്കുക. അതും ഒന്ന് ജസ്റ്റ് കുറച്ചൊന്ന് ചൂടായിട്ട് ഏകദേശം തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ 2-ാമത്തെ പാല് ഇത് നമ്മൾ കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന മാവ് കലക്കിയതുണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര, അത് നമ്മൾ എല്ലാവരുടെയും മധുരത്തിനനുസരിച്ച് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ 2-ാമത്തെ പാല് അതിലേക്ക് എടുത്ത് ഒഴിക്കണം. എന്നിട്ട് അത് ഏകദേശം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അപ്പോൾ തന്നെ നമുക്ക് നമ്മൾ ഫസ്റ്റ് പാലുണ്ടല്ലോ, ആദ്യത്തെ പാല്, അതും അതിലേക്ക് എടുത്തൊഴിക്കുക. ഓക്കെ. എന്നിട്ട് ഏകദേശം ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മധുരത്തിന് നമ്മുടെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചത് അതും അതിലേക്ക് ഇടുക. അപ്പോൾ ഒരു സ്മെല്ല് വരും കേട്ടോ, നല്ല സൂപ്പർ സ്മെല്ലാണ്. എന്നിട്ട് പിന്നെ നമ്മൾ ചീനച്ചട്ടിയിൽ നെയ്യ് ഇടുക. അതിലേക്ക് കശുവണ്ടിയും കിസ്മിസും ഒക്കെ ഇട്ടിട്ട് ചെറിയ ബ്രൗൺ കളറായാൽ മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കറി കാച്ചിട്ട് കഴിക്കുക. ഓക്കെ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിയുമ്പോൾ എൻ്റെ പൊന്നോ, എന്തൊരു സ്മെല്ലാണെന്നറിയോ, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ആരും മിസ് ചെയ്യരുതും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അയക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. എൻ്റെ ചാനൽ സപ്പോർട്ട്